ഹായ് ഗൈസ്, നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകവാതകത്തിന് എന്താ പറയുക, ഇത്രയും വില കൂടിയ സമയത്ത് നമുക്കൊരു പരിഹാരം കാണണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും പാചകവാതകം തീർന്നു എന്നുള്ള ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ഇത് തീർന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ വിലയും എന്താ പറയുക, നമ്മൾ ഒരുപാട് ഉപയോഗമുള്ളപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞൊരു നഷ്ടമാണ്. അതുപോലെ തന്നെ ഒരുപാട് പാചകവാതകം ഉപയോഗിക്കുന്നവർക്ക് നമുക്കൊരു ചെറിയൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ പാചകവാതം ഇല്ലാതെ നമുക്കിങ്ങനെ വീട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ചെറിയ ചെറിയ പാചകങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ അങ്ങനത്തെ സംഭവത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മുഴുവനായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണില്ല, അപ്പോൾ അതുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. കമ്പി, വാഴപ്പിണ്ടി, ബക്കറ്റ്, സിമെൻറ്റ്, മണ്ണ്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. സിമെൻറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത്, അതുപോലെ തന്നെ ഈ വാഴപ്പിണ്ടി ഒരു ചെറിയ പീസും കൂടി എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ കമ്പിയോ ഈർക്കിലോ എന്തെങ്കിലും വെച്ച് അടിച്ച് കയറ്റി അത് അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിക്കാനുള്ള ഹോള് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ബക്കറ്റിൻ്റെ അടിയിൽ നമ്മളൊരു പേപ്പർ ഇട്ടതിന് ശേഷം സിമെൻറ്റ് ഇട്ട് ഒന്ന് കറക്റ്റ് ചെയ്യുക. കാരണം ചെറിയ കമ്പി, കുടയുടെ ഒക്കെ കമ്പി കിട്ടും, അതൊക്കെ വേണമെങ്കിൽ അടിയിൽ വെച്ചാൽ നല്ല ബലം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ചെറിയ പീസും കൂടി വെച്ചതിന് ശേഷം ഇത് നേരെ തല കീഴായിട്ട് നമ്മൾ ഇറക്കി വയ്ക്കുക. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഹോള് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ അത് ഇറക്കി വെച്ചതിന് ശേഷം അതുപോലെ തന്നെ ഈ നെറ്റ് കിട്ടും, നമ്മുടെ എന്താ പറയുക, നെറ്റോ അല്ലെങ്കിൽ പഴയ കമ്പിയുടെ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം സിമെന്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് സിമെന്റ് ഇട്ട് കൊടുക്കുക. കാരണം ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ കമ്പി അതുപോലെ തന്നെ നെറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല ബലം കിട്ടും. കാരണം നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ബക്കറ്റിൽ നിന്ന് ഇത് എടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ സൈഡിൽ കമ്പി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യണത്. അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച കമ്പിയുടെ കഷ്ണങ്ങൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അതുകൊണ്ട് നമ്മളിത് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കമ്പികൾ കുറച്ച് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിന്റെ മുകളിൽ സിമെന്റ് ഇട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പിന്റെ ഏതാണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എടുത്തു വെക്കണം. അപ്പോൾ നമ്മുടെ അടുപ്പ് ഏതാണ്ട് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ അയക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസമോ 3 ദിവസമോ നമ്മൾ വെക്കണം. കാരണം ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ ബക്കറ്റിൽ നമ്മൾ നേരെ കമഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഇതിൻ്റെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ബക്കറ്റ് ചൂടാവണമനുസരിച്ച് ഇത് വികസിക്കുകയും നമുക്കിത് പൊക്കിയെടുക്കാൻ പറ്റും ഈ അടുപ്പ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച ആ ഒരു വാഴയുടെ കഷ്ണമുണ്ട്, അത് നമ്മൾ ഊരിയെടുക്കാം. ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിൽ വെച്ച് തെർമോക്കോളിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഇത് അടുപ്പ് എടുത്ത് മാറ്റാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഇതുപോലെ ചെറിയ എന്തെങ്കിലും കമ്പികളോ അല്ലെങ്കിൽ ബക്കറ്റിൻ്റെ പിടിയോ എന്തെങ്കിലും എടുത്തിട്ട് 2 കുളത്ത് പോലെ ഉണ്ടാക്കിയതിന് ശേഷം അത് നമ്മൾ ഇപ്പോൾ ആ തെർമോക്കോൾ എടുത്ത് കളഞ്ഞ ആ ഹോളിൽ ഇത് വെച്ചിട്ട് നമുക്ക് സിമെന്റ് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുത്തു കൊണ്ടുപോകാനൊക്കെ അടിപൊളിയായിട്ട് പറ്റും. ഇത് 2 ചെയ്യണം, 2 സൈഡും ഇതുപോലെ ചെയ്തിട്ട് പരുക്കം വെച്ച് ജസ്റ്റ് ഒന്ന് സിമെന്റ് വെച്ച് അടച്ചു കഴിഞ്ഞ് ഇത് ഓക്കെ ആവും. അതുപോലെ തന്നെ ഈ താഴെയുള്ള ഭാഗമൊക്കെ കറക്റ്റ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സിമെന്റ് വയ്ക്കുക. അതുപോലെ തന്നെ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിമെന്റ് കലക്കിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം മുകളിലേക്ക്. കണ്ടോ, നമ്മുടെ അടുപ്പ് ഏതാണ്ട് റെഡിയായി. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ അടുപ്പിന്റെ പണി ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി കത്തിച്ച് നോക്കണം. അറക്കപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ലാഭം, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ഒരുപാട് ഗ്യാസ് ചെലവാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ ഉപകാരമായിരിക്കും. അപ്പൊ നമ്മളൊരു അറക്കപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നിറച്ചിട്ട് ഇനിയിപ്പോ നമുക്ക് കത്തിക്കുന്ന കാണാണ്ട് കത്തിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാം. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇതിനകത്ത് അറക്കപ്പൊടി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു PVC പൈപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തടിക്കഷ്ണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കുക. ഈ സംഭവം ഇതിന്റെ സെന്ററിൽ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന് നമ്മൾക്ക്
കത്തിക്കുവാനായിട്ടുള്ള ഹോളുണ്ട്. ആ ഹോളിൽ നമ്മൾ ഇതുപോലത്തെ മിനറൽ വാട്ടറിന്റെ കുപ്പിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പൈപ്പോ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കുക. ഈ മിനറൽ വാട്ടറിന്റെ കുപ്പി നമ്മൾ സൈഡിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ കൊണ്ടുവച്ച അറക്കപ്പൊടി ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അറക്കപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ അടുപ്പിന്റെ ഉദ്ഘാടനം ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ചൂട്ട് കത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഉദ്ഘാടനം. കത്തുന്നില്ല. കത്തി 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 കത്തി. ഇനി നമ്മള് പാല് കച്ചാൻ പോണ്. നമ്മളിത് അടുപ്പിൽ കത്തിച്ചിട്ട് നമ്മള് വെക്കണ്ട. അടി കാണിച്ചോ. നമ്മുടെ അടുപ്പിന്റെ ഉദ്ഘാടനം ഉള്ളിലേക്ക് വെച്ചു കൊടുത്ത് അപ്പോൾ ഗൈസ് നമ്മുടെ അടുപ്പ് നല്ല കിടിലനായിട്ട് കത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു പാല് കാച്ചാനല്ല, അപ്പൊ നമുക്കൊരു ചായ തിളപ്പിച്ചിട്ട് ഇതിന്റെ ഉദ്ഘാടനം നടത്താം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഗ്യാസിനൊക്കെ വില കൂടിയതിൻ്റെ പേരിൽ മാത്രം നമ്മളൊരു ഐഡിയ തോന്നിയപ്പോൾ ഉണ്ടാക്കിയ ഒരു അടുപ്പാണിത്. പക്ഷേ ഈ അടുപ്പെന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും വളരെ ഉപകാരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര കാശിന് നമുക്ക് ഈ മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ അറക്കണ മരത്തിൻ്റെ പൊടി കിട്ടും. ഈ പൊടി വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചെറിയ ഇതുപോലത്തെ ഒരു അടുപ്പുണ്ടായി കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ച സുഖമായിട്ട് ഉപയോഗിക്കാം. കാരണം ഇത് വളരെ കുറച്ച് മതി അറക്കപ്പൊടി. അത് മാത്രമല്ല കേട്ടോ, നല്ല സ്പീഡ് എന്താ പറയുക, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക പാചകം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ചായ നമ്മൾ തിളപ്പിച്ചത് വെറും 2 മിനിറ്റ് കൊണ്ടാണ്. അത്ര ഫോഴ്സാണ് ഇതിൽ നിന്ന് വരുന്ന തീ, അതായത് ചൂട്. അപ്പോൾ ഇനി എല്ലാവരും ഈ ഗ്യാസ് തീർന്നു പോകണമെന്നുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരം ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഗ്യാസ് കഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ എല്ലാവരും ഗ്യാസിൽ തന്നെയാണെന്നുള്ളൊരു തീരുമാനത്തിന് ഒരു ചെറിയൊരു പരിഹാരം. കാരണം നമുക്ക് ഇതുപോലൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആവശ്യത്തിന് മാത്രം ഗ്യാസ് ഉപയോഗിക്കുക. കാരണം ഇതല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്കിത് അങ്ങോട്ട് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്താ പറയുക വല്ല പാചകം ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ വല്ല വെള്ളം ചൂടാക്കാനോ ചായ തിളപ്പിക്കാനോ അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും ആവശ്യമായിട്ട്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. കാരണം ഇത് ഒരുപാട് സമയം ഇതിൽ തീ നിൽക്കും. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. സംഭവം അടിപൊളിയാണ്, എന്താ പറയുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഓക്കെ, ബൈ.